നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ അങ്ങനെ ഇങ്ങനെ തള്ളിക്കളയാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിയില്ല. ഒന്നാമത്തെ കാര്യം, ഇന്ത്യ മുന്നണി പൂർണ്ണമായും അതിനെ എതിർക്കുകയാണ്. ഓരോ മണ്ഡലത്തിലും ക്രമക്കേട് നടന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇന്ത്യ മുന്നണി പറയുന്നത്. ഹരിയാനയിലെ 90 നിയോജക മണ്ഡലങ്ങളിലും മഹാരാഷ്ട്രയിലെ 288 നിയോജക മണ്ഡലങ്ങളിലും തിരിമറി നടന്നു. ഈ തിരിമറിയെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതുമായി ബന്ധപ്പെട്ട് ബൂത്ത് തലത്തിൽ നടന്ന വോട്ടർ പട്ടികയിലെ അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് ഒക്കെ ആരോപണം ഉയർന്നിരുന്നു. ഏറ്റവും ഒടുവിൽ കൃത്യമായും നന്ദേദ് ലോക്സഭ ഉൾപ്പെടുന്ന മഹാരാഷ്ട്രയിലെ മേഖലയിൽ ലോക്സഭയിലെ വിധിയും നിയമസഭയിലെ വിധിയും രണ്ടായതുമായി ബന്ധപ്പെട്ട ആ അത്ഭുത പ്രതിഭാസം എങ്ങനെ സംഭവിച്ചു എന്ന ഇന്ത്യ മുന്നണിയുടെ ചോദ്യം ഏറെ പ്രസക്തമായിരുന്നു. നാസിക്കിൽ ജനങ്ങൾ തെരുവിലിറങ്ങി പ്രതിഷേധിച്ചു. ഇലക്ഷൻ കമ്മീഷനിൽ ജനങ്ങൾക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ടു. കാരണം അവർ കൊടുക്കുന്ന വോട്ടല്ല പോൾ ചെയ്യപ്പെടുന്നത്. അധിക വോട്ടുകൾ 7.25% മഹാരാഷ്ട്രയിൽ എണ്ണപ്പെട്ടു. ഹരിയാനയിൽ വോട്ടിംഗ് മെഷീൻ പുതിയത് കൊണ്ടുവച്ച് തിരിമറി നടത്തി. ഇതൊക്കെയാണ് ഇലക്ഷൻ കമ്മീഷനെതിരെയുള്ള മുഖ്യ ആരോപണം. ഈ ആരോപണങ്ങളെ ഖണ്ഡിക്കുന്ന ഒരു കാര്യവും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നാളിതുവരെയായി പൊക്കിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. പകരം ബാലിശമായ ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നു. ഇന്ത്യ മുന്നണിയുടെ ഇത്തരം ആരോപണങ്ങളെ നഖശികാന്തം തള്ളുന്നു. ഇതൊക്കെയാണ് രാജീവ് കുമാർ എന്ന നരേന്ദ്രമോദി സ്തുതി പാഠകന്റെ പ്രധാന വിഷയം. BJPയുടെ ദേശീയ അധ്യക്ഷനില്ലാത്ത ആകാംക്ഷയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള രാജീവ് കുമാറിനുള്ളത് എന്ന് രാഹുൽ ഗാന്ധി കൃത്യമായി പറഞ്ഞത് അതുകൊണ്ടാണ്. ഇന്ത്യ മുന്നണിയെ തകർക്കുക എന്നുള്ളതല്ല, ഈ നാടിൻ്റെ ഭരണഘടനയെ തകർക്കുക എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ അതിന് കൂട്ടുനിൽക്കുന്നത് വഴി ചെയ്യുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. 2 സംസ്ഥാനങ്ങളിലെ അട്ടിമറി കണ്ടിട്ട് ഒടുവിൽ ഇപ്പോൾ ഇതാ കേന്ദ്രത്തിൻ്റെ നിർണായക നിയമം പാസ്സാക്കാൻ ഒരുങ്ങുന്നു. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ തീവട്ടിക്കൊള്ളാം, ജനങ്ങളെ മൊത്തത്തിൽ വിഴുങ്ങുക, മൊത്തത്തിൽ കബളിപ്പിക്കുക. ഇതിനേക്കാൾ വേറെ ഇലക്ഷൻ വേണ്ടല്ലോ, ഏകാധിപത്യ ഭരണം പോരെ എന്ന വലിയ ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പുകൾ ഓരോ സംസ്ഥാനങ്ങളിലും അതത് പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് തന്നെയാണ് എക്കാലത്തും ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. അതിനെ മറികടക്കുന്ന രാഷ്ട്രീയ സാഹചര്യമൊന്നും ഉണ്ടാക്കിയെടുക്കാൻ കേന്ദ്രത്തിന് നിലവിലെന്നല്ല ഒരു കാലത്തും സാധിക്കുകയുമില്ല. അത് മനസ്സിലാക്കിയ BJP ഒറ്റയടിക്കെല്ലാം കമത്താൻ, എല്ലാം സ്വന്തമാക്കി കളയാൻ, രാജ്യസഭയിലും ലോക്സഭയിലും മൃഗീയ ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുക്കാൻ പുതിയ പദ്ധതി ആലോചിക്കുന്നു. അതാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന 1 ഇലക്ഷൻ 1 നേഷൻ എന്ന ഈ പദ്ധതി എന്ന് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഘോരഘോര പ്രസംഗിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റുക, ബിൽ പാസ്സാകാതിരിക്കുക, 2 ആവശ്യങ്ങൾ നടന്നില്ലെങ്കിൽ ഈ രാജ്യത്ത് വലിയ പ്രക്ഷോഭമുണ്ടാകും.